ഉണ്ടാവും. അദ്കിയ എന്ന് പറഞ്ഞ ഒരു കിതാബ് നമ്മൾ ഓതിയിരുന്നു. അദ്കിയയിൽ 3 കിതാബുകൾ പഠിക്കാൻ വേണ്ടി അദ്കിയയുടെ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കിതാബാണ് നിങ്ങൾ റിയാദുസ് സാലിഹീൻ നോക്കണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. റിയാദുസ് സാലിഹീൻ എന്ന് പറഞ്ഞാൽ സാലിഹീങ്ങളുടെ പൂന്തോട്ടം, തോപ്പുകൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സാലിഹീങ്ങളൊക്കെ സംഗമിക്കുന്ന സ്വർഗത്തിൽ നമുക്ക് സംഗമിക്കാൻ സാധിക്കും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ് ഈ കിതാബ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അനുവാദങ്ങളുമൊക്കെ അടങ്ങിയ ഹദീസ് ആണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മൾ പഠിക്കുമ്പോഴും ഓതുമ്പോഴുമൊക്കെ എപ്പോഴും വുളൂഓടുകൂടെ, ശുദ്ധിയോടുകൂടെ ഇരിക്കൽ പ്രത്യേകം സുന്നത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അറിവ് പഠിക്കുമ്പോൾ, അതിലേറ്റവും പ്രത്യേകിച്ച് ഹദീസ് പഠിക്കുമ്പോൾ പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ തലയൊക്കെ മറിച്ച് ക്ലിയറായി നല്ല രൂപത്തിൽ നമ്മളെല്ലാവരും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വലിയ ബറക്കത്ത് നമ്മുടെ ഈ സംഗമത്തിൽ ഒരുമിച്ച് കൂടുന്നതിലൊക്കെ ഉണ്ടാവും. അതുപോലെ ഖിബിലക്ക് തിരിഞ്ഞ് ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ഇരിക്കണം. അതിനും പ്രത്യേക കൂലിയുണ്ട്. തലമറച്ച് അതുപോലെ ക്ലിയറായി മനസ്സൊക്കെ ഫ്രീ ആയി നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുകയാണ് എന്ന രൂപത്തിൽ. കാരണം തങ്ങൾ പറഞ്ഞ വിഷയങ്ങളാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗൗരവത്തോടു കൂടെ, പ്രാധാന്യത്തോടു കൂടെ ആവണം ഹദീസ് നമ്മൾ പഠിക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഈ കിതാബിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഓരോ വിഷയങ്ങളായി ഇത് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ അധ്യായം തന്നെ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടാണ്. ഇഖ്ലാസ് കാണിക്കണം, ആത്മാർത്ഥത കാണിക്കണം. നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അവസ്ഥകളിലും എല്ലാം നമ്മൾ ഇഖ്ലാസ്, ആത്മാർത്ഥത കാണിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ആയത്തുകൾ അല്പം ആദ്യം ഒന്ന് പറയും. അത് ഇതിൻ്റെ ശൈലിയാണ്. ഇനി അടുത്ത അധ്യായം എത്തുമ്പോൾ തൗബയുമായി ബന്ധപ്പെട്ട് പറയും, ക്ഷമയുമായി ബന്ധപ്പെട്ട് പറയും. അങ്ങനെ ഖുർആനിലെ ആയത്തുകളും കുറച്ചൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ വിഷയത്തിലേക്ക് കടക്കും. വളരെ പ്രധാനപ്പെട്ട ഉസ്താദുമാരൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയൊരു കിതാബിലേക്കാണ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം ദുആ ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് നന്നായി പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും ഒക്കെ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്ത് നമുക്ക് കടക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ് ഈ കിതാബ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം 44 വയസ്സ് വരെ മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. ഷാഫിഈ മദ്ഹബിലെ 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 204 വഫാത്ത്, 676 നമ്മുടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, 400 കൊല്ലങ്ങളിൽ
ഷാഫിഈ മദ്ഹബിൽ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് മഹാൻ എത്തണമെങ്കിൽ എന്തു വലിയ അറിവായിരിക്കും, പണ്ഡിതനായിരിക്കും. ചുരുങ്ങിയ എന്താ പറയുക കാലത്തിലാണ് മഹാനവറുകൾ പഠനം നടത്തുകയും പിന്നെ രചന നടത്തുകയും ഒക്കെ ചെയ്തത്. 19 വയസ്സിലാണ് പഠനം തുടങ്ങുന്നത്. ഉപ്പ കച്ചവടക്കാരനായിരുന്നു. ഉപ്പ കൊടുക്കുന്ന ഹലാല് എന്ന് ഉറപ്പുള്ള ഭക്ഷണം മാത്രമേ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ പെട്ടുള്ളൂ. അത് ഉറപ്പുള്ള. അപ്പോൾ നമ്മൾ നല്ല ആളുകളായി മാറാൻ, നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് ലഭിക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കാൻ ഹലാലായ ഭക്ഷണം നമ്മൾ കഴിക്കണം എന്ന് നമ്മുടെ ഈ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ. മറ്റൊരു കാര്യം, മഹാനവറുകൾ ഇത്തരം ഉയർച്ചയിലേക്ക് എത്താൻ ഒരു കാരണം ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. രാത്രി സമയത്ത് അല്പം വെള്ളം ആവശ്യപ്പെടുകയും വെള്ളം മകൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഉറങ്ങിപ്പോവുകയും ചെയ്ത ഉമ്മ ഉണരുന്നത് വരെ ആ വെള്ളപ്പാത്രവും പിടിച്ച് അവിടെ കാവൽ നിൽക്കുകയും കാത്തു നിൽക്കുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഇമാമാണ് അദ്ദേഹം ചെറുപ്പകാലത്ത്. അങ്ങനെ രാത്രി അല്പസമയം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഉമ്മ കാണുന്നത് വെള്ളം പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന മകനെയാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, കണ്ണ് നിറച്ചുള്ള ഒരു പ്രാർത്ഥന ആ ഉമ്മ നടത്തുകയാണ്. പഠിച്ചവനെ, എൻ്റെ മോനെ ലോകം അറിയുന്ന വലിയ ഒരു പണ്ഡിതനായി മാറ്റണം. അപ്പോൾ നമ്മളും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കേണ്ടത് അങ്ങനെയാണ്. നമ്മളും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്ന് മഹാനവറുകളുടെ ചരിത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹദീസുകൾ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്ത കുറെ ആളുകൾ. ഉവൈസ്, അതുപോലെ പിന്നെ ബിലാല്, ആയിക്കോട്ടെ. അസ്ബീർ പിന്നെ നമ്മളെ പഴയ ആളാണ്. യെസ്, തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൻ ഫിൽ ഇഖ്ലാസി വ ഇഹ്ളാരിൻ നിയ്യത്തി ഫി ജമീഇൽ അഅ്മാലി വൽ അഖ്വാലി വൽ അഹ്വാലി അൽ ബാരിസത്തി വൽ ഖഫിയത്തി. ഭയങ്കര ഹെഡിങ്ങാണ്. ബാബുൻ ഒരു അധ്യായമാണ്. ഹാദാ ബാബുൻ ഇത് ഒരു അധ്യായമാണ്. അപ്പൊ പൂർണ്ണമായി സ്റ്റേറ്റ്മെന്റ് ആയി. ഒരു മുബത്തദവും ഒരു ഖബറും. ആ മുബത്തദ കളയപ്പെട്ടു. ഏത് വിഷയത്തിൽ പറയുന്ന അധ്യായമാണ്? ഫിൽ ഇഖ്ലാസി, ആത്മാർത്ഥത കാണിക്കണമെന്ന വിഷയത്തിൽ പറയുന്ന അധ്യായമാണ്. ജാറ് മജ്റൂർ. വ ഇഹ്ലാരിൻ നിയ്യത്തി, വാവ് അത്ഫ്, ഇഹ്ലാരി മഅതൂഫ്, ഇഖ്ലാസി എന്നുള്ളവർക്കാണ് അത്ഫ്. വ ഇഹ്ലാരിൻ നിയ്യത്തി, നിയ്യത്തിനെ പ്രസന്റ് ചെയ്യണം, നിയ്യത്ത് അവതരിപ്പിക്കണം, നിയ്യത്ത് വെക്കണം എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വിഷയത്തിലുമുള്ള അധ്യായമാണ്. എവിടെയാണ് നമ്മൾ ഇഖ്ലാസ് കാണിക്കേണ്ടത്? എവിടെയാണ്? അന്നിയത്തി മുലാഫിലേ, അന്നിയത്തി മുലാഫിലേ. നിയ്യത്ത് നമ്മൾ എവിടെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്?
ഫി ജമീഇൽ അഅ്മാലി, മുഴുവൻ പ്രവർത്തനങ്ങളിലും. ആരെ പ്രവർത്തനം? നമ്മളെ പ്രവർത്തനം. നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും, വൽ അഖ്വാലി, മുഴുവൻ വാക്കുകളിലും, വൽ അഹ്വാലി, മുഴുവൻ സാഹചര്യങ്ങളിലും. നമ്മളുടെ മുഴുവൻ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും നല്ല നിയ്യത്ത് വെക്കണം, ആത്മാർത്ഥത കാണിക്കണം എന്ന് നമ്മെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കുന്ന, ആ വിഷയത്തിൽ വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ്. എങ്ങനെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, എങ്ങനെയുള്ള നമ്മുടെ ചിന്തകൾ, എങ്ങനെയുള്ള നമ്മുടെ വാക്കുകൾ, അൽ ബാരിസത്തി, പരസ്യമായ, വൽ ഖഫിയത്തി, രഹസ്യമായ. ഹെഡിങ്ങിൽ തന്നെ നോക്ക് നിങ്ങൾ. രഹസ്യവും പരസ്യവുമായ മുഴുവൻ പ്രവർത്തനങ്ങളും, മുഴുവൻ വാക്കുകളും, മുഴുവൻ ജീവിത സാഹചര്യങ്ങളിലും നല്ല നിയ്യത്ത് നമ്മൾ കൊണ്ടുവരണം, ആത്മാർത്ഥത കാണിക്കണം എന്ന വിഷയത്തിൽ പറയുന്ന അധ്യായമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു. ഖാല ഫിഅ്ലു മാളി, അല്ലാഹു അതിന്റെ ഫായില് റഫ്ഉ, തആല അതൊരു ഫീലാണ് കേട്ടോ. തആല അതും, അതിലൊരു ഫീലും ഒരു ഫായിലും ഉണ്ട്. മേലെയായ അവസ്ഥയിലുള്ള, ഉന്നതനായ അവസ്ഥയിലുള്ള അള്ളാഹു പറഞ്ഞു. അല്ലേ? നമുക്കൊക്കെ കുറെ ന്യൂനതകളുണ്ട്, അള്ളാഹുവിന് ഒരു ന്യൂനതയില്ല. അപ്പൊ ന്യൂനതകളിൽ നിന്നുമൊക്കെ മുക്തനായ അവസ്ഥയിലുള്ള അള്ളാഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. അവിടെ മുഖ്ലിസീൻ ആണ്, ഇഖ്ലാസ്. അഖ്ലസ യുഖ്ലിസു ഇഖ്ലാസ്. അഖ്ലസ എന്ന മാലിയായ ഫിഇലിന്റെ മസ്ദറാണ് ഇഖ്ലാസ്. അപ്പൊ നമ്മുടെ ഹെഡിങ്ങിൽ ഇഖ്ലാസ് എന്ന പദം വന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പദം, ഇഖ്ലാസ് കാണിക്കണം എന്ന് അള്ളാഹു ഉപദേശിച്ച, കൽപ്പിച്ച ഒരു പദം, ഒരു ആയത്ത് അതിൽ ഉൾക്കൊള്ളിച്ചു. അതിന്റെ ഇസ്മ ഫായിലാണ് മുഖ്ലിസ്. മുഖ്ലിസുൻ, മുഖ്ലിസാനി, മുഖ്ലിസൂന, മുഖ്ലിസത്തുൻ, മുഖ്ലിസതാനി, മുഖ്ലിസാത്തുൻ. നോക്കാം. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മാ നെഗറ്റീവ് ആക്കുന്നതാണ്. ഉമിറ, ഉമിറ, ഉമിറു, അമറ മഅറൂഫായ ഫീലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് മീസാനിൽ. അതിന്റെ മജ്ഹൂലാണ് ഉമിറ. ഉമിറ, ഉമിറ, ഉമിറു, ഫുഇല, ഫുഇല, ഫുഇലു, നുസിറ, നുസിറ, നുസിറു, കുതിബ, കുതിബ, കുതിബു. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആര്? ജൂതന്മാരും നസാറാക്കളും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആരാണ് അവരോട് കൽപ്പിച്ചത്? അള്ളാഹു. അപ്പൊ അള്ളാഹു ജൂത നസാറാക്കളോട് കൽപ്പിച്ചിട്ടില്ല. എന്തല്ലാതെ? ഇല്ലാ ലിയഅ്ബുദൂ, അവർ ആരാധന നിർവഹിക്കണം എന്നല്ലാതെ. അപ്പൊ അവരോട് കൽപ്പിച്ചത് ആരാധിക്കണം എന്നാണ്. ആരാധിക്കണം? അല്ലാഹ, അള്ളാഹുവിനെ. അള്ളാഹുവിലേക്ക് ആരാധന നടത്തണം എന്നതല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പറ. ലിയഅ്ബുദൂ എന്നുള്ളത് അംറ് വായിബ് അല്ല, അത് ലി എന്നുള്ളത് ജറിന്റെ അക്ഷരമാണ്. യഅ്ബുദൂ എന്നുള്ളത് യഅ്ബുദൂന,
യഅ്ബുദു, യഅ്ബുദാനി, യഅ്ബുദൂന എന്ന മുലാരിയായ ഫീലാണ്. അത് അന്ന് മറഞ്ഞ് നെസ്ബ് ചെയ്യും. നമ്മൾ അൻ ലൻ കൈ ഇതൻ ഇന്നലെ അവാമിൽ നമ്മൾ റെഫർ ചെയ്തപ്പോൾ മുലാരിയായ ഫീലിനിക്ക് നെസ്ബ് കൊടുക്കുന്ന ആമിലുകളെ കുറിച്ച് പറഞ്ഞു. അൻ, ലൻ, കൈ ഇതൻ. അവിടെ അൻ ഇവിടെ മറഞ്ഞ് നെസ്ബ് ചെയ്യും. അൻ എന്ത് ചെയ്യും? മറഞ്ഞ് നെസ്ബ് ചെയ്യും. അവിടെ മറഞ്ഞിട്ട് ഒരു അന്നുണ്ടാവും. അപ്പോൾ യഅ്ബുദു, ലം യഅ്ബുദ് എന്നല്ലേ നമ്മൾ പറയാം. ലൻ യഅ്ബുദ എന്നാ നമ്മൾ മീസാനിൽ പഠിച്ചത്. ലൻ യഅ്ബുദ, ലൻ യഅ്ബുദാ, ലൻ യഅ്ബുദു. ആ നൂനിനെ കളയൽ കൊണ്ടാണ് അവിടെ നെസ്ബ്. അതേപോലെ ഇവിടെ നെസ്ബ് എങ്ങനെയാണ്? നൂനിനെ കളയൽ കൊണ്ടാണ്. അവർ ആരാധിക്കണം എന്നല്ലാതെ ആരെ ആരാധിക്കണം? അല്ലാഹ, അല്ലാഹുവിനെ ആരാധിക്കണം എന്നല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവരോട് കൽപ്പിച്ചത് അള്ളാഹുവിന് മാത്രം ആരാധന നിർവഹിക്കണം എന്നാണ്. എങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കണം? മുഖ്ലിസീന, അവർ ആത്മാർത്ഥത കാണിച്ചുകൊണ്ട്, ലഹു, ആർക്ക്? അള്ളാഹുവിനിക്ക് വേണ്ടി ആത്മാർത്ഥത കാണിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ നേതാക്കൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടിയല്ല. അള്ളാഹുവിനിക്ക് വേണ്ടി ആത്മാർത്ഥത കാണിക്കണം. എന്തിനെ? അദ്ദീന, ദീനിൽ, മതത്തിൽ അള്ളാഹുവിന് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് ആരാധിക്കുക എന്നതല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫാ, പറയട്ടെ. അത് ഞാൻ അന്ന് സൂചന പറഞ്ഞിരുന്നു. മഫ്ഊലുകൾ 5 വിധമുണ്ട്. മഫ്ഊല് ബിഹി ഉണ്ട്, മഫ്ഊല് ഫീഹി ഉണ്ട്, മഫ്ഊല് ലഹു ഉണ്ട്, മഫ്ഊല് മഅഹു ഉണ്ട്, മഫ്ഊല് മുത്ലഖ് ഉണ്ട്. അങ്ങനെ 5 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ ഒറിജിനൽ മഫ്ഊല് മഫ്ഊല് ബിഹിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നസറ സൈദുൻ അംറൻ, സൈദ് അംറിനെ സഹായിച്ചു. അപ്പൊ അവിടെ നസറ എന്ന് പറയുന്ന സഹായം കിട്ടിയ വ്യക്തി അംറാണ്, കൊടുത്ത ആള് സൈദാണ്. അപ്പൊ അത് ഒറിജിനൽ മഫൂല് ബിഹി സൈദൻ എന്നുള്ളത്, അംറ എന്നുള്ളത്. എന്നാല് നസറ സൈദുൻ യൗമൽ ജുമുഅത്തി, സൈദ് വെള്ളിയാഴ്ച ദിവസം സഹായിച്ചു. ആ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മഫൂലാണ്, പക്ഷെ മഫൂല് ബിഹി അല്ല, അത് മഫൂല് ഫിഹിയാണ്. ഇനി നസറ സൈദുൻ ലി ഇക്റാമിഹി, സൈദ് ഓന് ബഹുമാനം കിട്ടാൻ വേണ്ടി സഹായിച്ചു. അത് മഫ്ഊല് ലഹു ആണ്, ഇക്റാമൻ എന്നുള്ള ഒരു വരും. അങ്ങനെ പല ഐറ്റം മഫ്ഊലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ നഹ്വിന്റെ അടുത്ത കിതാബ് തുറന്നുവല്ലോ, അതിലത് വിശദീകരിച്ചു പറയും. അപ്പൊ ഇവിടെ ദീനിൽ ആത്മാർത്ഥത കാണിക്കും. ഇത് മഫ്ഊല് ഫീഹിയുടെ സ്ഥാനത്താണ്. ഇസ്ലാം മതത്തിൽ എന്ത് ചെയ്യണം? ആത്മാർത്ഥത കാണിക്കണം എന്ന്, ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് അള്ളാഹുവിനിക്ക് ആരാധന നിർവഹിക്കണം എന്നല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫാ, തെറ്റായ ആശയങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട്. ഹനീഫ് എന്നതിൻ്റെ ജംആണ് ഹുനഫാ. അപ്പൊ തെറ്റായ കുറേ ആശയങ്ങളുണ്ട്, കുറേ ആദർശങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനിക്ക് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യണം എന്ന് മാത്രമാണ് അവരോട് കൽപ്പിച്ചത്. പക്ഷെ അവരത് ചെയ്തില്ല. അതുകൊണ്ട് അള്ളാഹു അവരെ ഒരു ആക്ഷേപിക്കുന്ന രൂപത്തിലാണ് ഇത് പറഞ്ഞത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ അവിടെ അള്ളാഹ മഫ്ഊലാണ്, യഅ്ബുദു എന്നുള്ളതിന്റെ മഫ്ഊലാണ്. മുഖ്ലിസീന എന്നുള്ളത് ഹാലാണ്. എങ്ങനെയാണ് ആരാധന ചെയ്യേണ്ടത്? ഇഖ്ലാസ് കാണിച്ചുകൊണ്ട് ആരാധിക്കണം. ആരാധന ചെയ്യുന്ന പല രൂപത്തിലുണ്ട്. ഇഖ്ലാസ് കാണിച്ചുകൊണ്ടും ആരാധിക്കും, ഇഖ്ലാസ് കാണിക്കാതെ ആരാധിക്കും. അപ്പൊ ഇഖ്ലാസ് കാണിച്ചുകൊണ്ട് ആരാധിക്കണം. ഹുനഫാ, തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആരാധിക്കണം, തെറ്റായ ആശയങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച, മനസ്സിലാക്കിയ ഇറാബുകൾ കണ്ടോ? ഉമിറ, ഉമിറ, ഉമിറു, അത് മാദിയായ ഫീലാണ്, മജ്ഹൂലാണ്. ഇല്ല, അത് എന്താണ്? ഹർഫാണ്. ലി യഅ്ബുദു,
അതും ലി എന്നത് ഹർഫാണ്. യഅ്ബുദു ഫീൽ മുളാരിയാണ്. നസ്ബ് കിട്ടിയിട്ടുണ്ട്. അവിടെ നസ്ബ് നൂന് കളയൽ കൊണ്ടാണ്, നൂനിനെ അൻ എന്നത് അവിടെ എന്ത് ചെയ്തു, മറഞ്ഞുകൊണ്ടാണ് നസ്ബ് കിട്ടിയത്. അല്ലാഹ മഫ്ഊലാണ്, മഫ്ഊൽ ഇറാബ് നസ്ബാണ്. ആ നസ്ബ് കൊടുത്തത് യഅ്ബുദു എന്നുള്ള ഫീലാണ്. മുഖ്ലിസീന എന്നുള്ളത് ഹാലാണ്. ഹാലിന് ഇറാബ് നസ്ബാണ്. അവിടെ യാ കൊണ്ടാണ് നസ്ബ് കൊടുത്ത ആമില് യഅ്ബുദു എന്നുള്ളത്തെ ഫായിലാണ്, അവർ എന്നുള്ളത്. ലഹു ജാറ് മജ്റൂറാണ്. അദ്ദീന മഫൂൽ ഫീഹിയാണ്. മഫൂൽ ഫീഹിക്ക് ഇറാബ് നസ്ബാണ്. അവിടെ ഫതഹത്ത് കൊണ്ടാണ് നസ്ബ്. ഹുനഫാ അത് മറ്റൊരു ഹാലാണ്. ഹാലിന് ഇറാബ് നസ്ബാണ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്. ഓക്കെ, ഹാല് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? എന്നുള്ളത് എന്തുകൊണ്ടാ ചേർത്തുന്ന? ആരാധിക്കാൻ വേണ്ടിയാണ് അവരോട് കൽപ്പിച്ചത്. ആരാധിക്കാൻ വേണ്ടി. അതെ, ഇല്ല അന്ന് അവിടെ നിർബന്ധമായിട്ട് വരും. അപ്പോൾ ലീ ഒഴിവാക്കുകയാണെങ്കിൽ അപ്പോ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി കൽപ്പിച്ചു. അപ്പൊ ചിലത് നമ്മള് ഒരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു ആ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാം അവിടെ കൊടുത്തത്. ഇപ്പൊ ചില മഫ്ഊലുകൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ, അല്ല ഇവിടെ അല്ല മറ്റു ക്ലാസ്സിൽ പറഞ്ഞു. 2 മഫ്ഊലുള്ള ഫീലുണ്ട്, 3 മഫ്ഊലുള്ള ഫീലുണ്ട്, 1 മഫ്ഊലുള്ള ഫീലുണ്ട്, 1 മഫ്ഊലില്ലാത്ത ഫീലുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 1 മഫ്ഊലുള്ള ഫീലിന് 2 മഫ്ഊലുള്ള ഫീല് കൊടുക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ നമ്മളവിടെ എന്ത് ചെയ്യണം, കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ ലാമൊക്കെ കൊടുത്ത് ചെറിയുന്ന അക്ഷരങ്ങളും ഒക്കെ കൊടുത്ത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണം. ഇപ്പൊ നമ്മൾ കണ്ട അവിടെ ബാബുന്ന് ഹാദാ ബാബുന്ന് പറഞ്ഞാൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് അവസാനിച്ചു. ഇതൊരു അധ്യായമാണ്. അത് നീട്ടി എവിടെ വരെ എത്തിച്ചു നിങ്ങൾ? 2 സെന്റൻസ് ആക്കി, 2 വരി വരെ നീട്ടിക്കൊണ്ടുപോയി. ബാബുൻ ഫിൽ ഇഖ്ലാസി വ ഇഖ്ലാരി നിയ്യത്തി ഫി ജമീഇൽ അഅമാലി വൽ അഖ്വാലി വൽ അഹ്വാലിൽ ബാരിസത്തി വൽ ഖഫിയ. അപ്പൊ അങ്ങനെ ആശയങ്ങളുടെ വ്യാപ്തി ഉണ്ടാവുമ്പോൾ അതിന് ചില പദങ്ങൾ ചേർത്ത് ബന്ധിപ്പിച്ച് അറബിയിലും കൊണ്ടുപോകും. പത്രങ്ങളിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ന്യൂസൊക്കെ വായിക്കുമ്പോൾ, പത്രത്തിലൊക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ വലിയൊരു പാരഗ്രാഫ് മൊത്തം ഒറ്റ സെൻറ്റൻസ് ആകാം. വലിയൊരു പാരഗ്രാഫായിരിക്കും ഒറ്റ സെൻറ്റൻസ്. ഏതൊക്കെ സെൻറ്റൻസ്, എത്ര വലിയ സെൻറ്റൻസ് ആണെങ്കിലും അവിടെ മെയിനായിട്ടൊരു സബ്ജക്റ്റ് ഉണ്ടാവും, മെയിനായിട്ടൊരു വെർബ് ഉണ്ടാവും. പിന്നെ കുറേ എന്താ പറയുക, അതിനെ ചേർത്ത് ഡിപ്പെൻഡൻ്റ് ആകുന്ന കുറേ ക്ലോസുകൾ ചേർത്ത് ഇങ്ങനെ കൊണ്ടുപോകും. അതേപോലെ തന്നെ ഇവിടെ അടുത്ത പറയട്ടെ. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ നമ്മൾ മതത്തിൽ ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് ആരാധിക്കണം. അതങ്ങനെ പോയിക്കോട്ടെ, ഇതിങ്ങനെ ഉണ്ടായിക്കോട്ടെ, അതങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു കണക്ക് നമുക്ക് പറ്റില്ല. ആത്മാർത്ഥത കാണിക്കണം. അത് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഇതിനൊരു രസം കിട്ടുള്ളൂ. നമുക്ക് നിസ്കാരത്തിനും മറ്റു ആരാധനക്കും ഒക്കെ ഒരു രസം കിട്ടാത്തത്, ഒരു ടേസ്റ്റ് കിട്ടാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് നമ്മൾ അതിലേക്കണ്ട് ഇറങ്ങി ആത്മാർത്ഥത കാണിച്ച് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൻ്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നനുസരിച്ച് നമ്മളൊരു വിഷയത്തിലേക്കാണ്ട് കടക്കുമ്പോൾ അല്ലാ അതെന്താവും, ഭയങ്കര ടേസ്റ്റ് കിട്ടും. വിശക്കണ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് തോന്നാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ കഴിക്കുന്നത് കൊണ്ടാണ്. ഇന്നാളുകൾക്ക് വിശപ്പില്ല, പല സമയങ്ങളിൽ പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് അനുഭവപ്പെടില്ല. അതേപോലെ നമ്മളെപ്പോഴും ആരാധന ചെയ്യുമ്പോൾ ഒരു വിശപ്പുള്ള ആളായിട്ട് മാറും, വിശന്നിരിക്കുന്ന ഒരാളായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടേസ്റ്റ് കിട്ടും. വഖാല തആല, അല്ലാഹു പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ
വലാക്കിൻ യനാലുഹു തഖ്വാ മിൻകും. അപ്പോ ഹജ്ജ് സൂറത്തിലാണത്. ലയ്യനാലല്ലാഹ, അള്ളാഹുവിനിക്ക് എത്തുകയില്ല, അള്ളാഹുവിനിക്ക് എത്തൂല. ലൻ അൻ ലൻ കൈതൻ ലയ്യനാല നസ്ബ് കൊടുത്താണെങ്കിൽ അല്ലാഹ, അള്ളാഹുവിനിക്ക് എത്തൂല. എന്തെത്തൂല? ലുഹൂമുഹ, ആ മൃഗങ്ങളുടെ മാംസങ്ങൾ എത്തൂല. വലാ ദിമാഉഹ, ആ മൃഗങ്ങളുടെ രക്തങ്ങളും അള്ളാഹുവിനിക്ക് എത്തൂല. പിന്നെ എന്താണ് എത്തുക? വലാകിൻ, പക്ഷേ യനാലുഹു, അള്ളാഹുവിനിക്കെത്തും. എന്തെത്തും? അത്തഖ്വ, ഭക്തിയെത്തും. മിൻകും, നിങ്ങളിൽ നിന്ന്. അപ്പൊ തഖ്വയും ഇഖ്ലാസും ബന്ധമുണ്ട് എന്ന് ഈ ആയത്ത് ഇവിടെ കൊണ്ടുവരുന്നതിലൂടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ചെയ്യുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. അതാ തഖ്വ. അപ്പോൾ ആ തഖ്വ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ചെയ്യുമ്പോൾ അത് നമ്മൾ ആ ഇഖ്ലാസോടുകൂടെ ചെയ്യണം. അപ്പോൾ തഖ്വയും ഇഖ്ലാസും തമ്മിൽ ബന്ധമുണ്ട്. അപ്പം നമ്മൾ കുറേ കുനിഞ്ഞു, കുറേ നിവർന്നു, കുറേ കടന്നു, കുറേ അറുത്തു, കുറേ വിതരണം ചെയ്തു, കുറേ സംഭാവന ചെയ്തു, സ്വതക്ക ചെയ്തു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ അള്ളാഹുവിലേക്ക് എത്തുന്നതായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് തഖ്വയാണ് എത്തുക, ഇഖ്ലാസാണ് എത്തുക. അപ്പോൾ ലൻ യനാലല്ലാഹ, യനാല ഫീല് മുളാരി, അല്ലാഹ മഫ്ഊല് നസ്ബ്, ലുഹൂമു ഫായില്, യനാലന്റെ ഫായില്, വ അത്ഫ്, ലാ എന്നുള്ളതും അത്ഫ്, ദിമാഉഹ, രക്തങ്ങളും മാംസങ്ങളും എത്തുകയില്ല. വലാകിൻ, പക്ഷേ, യനാലു, അത് മർഫുവാണ്, യനാലു, യനാലു എത്തും, ഹു ആർക്കെത്തും? അള്ളാഹുവിനേക്ക് എത്തും. അത്തഖ്വ, തഖ്വ എത്തും, തഖ്വയാണ് അവിടെ ഫായിൽ, മിൻകും നിങ്ങളിൽ നിന്നും. ക്ലിയർ അല്ലേ? എവിടെ നമ്മുടെ റഷീദ്ക്ക ഒന്നും പറയാത്ത? എവിടെ? ഇവിടെ ഇല്ലേ? ഷാഫി, മുഅവ്വിദ്, അസ്ബീർക്ക, എല്ലാം ഓക്കെ അല്ലേ? നിങ്ങൾ പറഞ്ഞ ഒന്നും കേൾക്കണില്ല കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾ പറയണൊന്നും കേൾക്കണില്ല. ഞാൻ പറയണത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആ, ഇന്ന് ലീവാ അസ്ബീർക്കാക്ക്? ടൈം മാറിയോ? പണിയുടെ ടൈം മാറിയോ? അസീസ്ക, നമ്മുടെ യുഎഇത്തെ അസീസ്ക, നമ്മുടെ പാറപ്പള്ളി അസീസ്ക, ഷാഡോയിങ്ങിന് വന്ന ഉവൈസ്, ബിലാൽ, അവരൊക്കെ നിങ്ങളില്ലേ? നിങ്ങളെവിടെ? സ്ഥലം എവിടെ? നമ്മുടെ ബിലാലോ? ആലപ്പുഴ. ഓക്കെ. പ്രായ അധികമുള്ള പേര് പേര് വിളിക്കുമ്പോൾ നിങ്ങൾ എന്നേക്കാളും മൂത്ത ആളുകളായിരിക്കും, നിങ്ങൾ അറിയില്ലല്ലോ, അതുകൊണ്ട് ഇതിൽ കണ്ട പേര് വിളിക്കാണ്. വഖാല തആല, അല്ലാഹു പറയാൻ, ഖുൽ, നബിയെ നിങ്ങൾ പറയണം, ഖുൽ, നബിയെ നിങ്ങൾ പറയണം, ഇൻ തുഖ്ഫൂ, നിങ്ങൾ മറച്ചു വെച്ചാൽ, മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ മറച്ചു വെച്ചാൽ, ഔ തുബ്ദൂഹു, നിങ്ങൾ
പരസ്യമാക്കിയാലും, നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചാലും പരസ്യമാക്കിയാലും യഅലംഹു, യഅലംഹു, അതിനെ അറിയും അല്ലാഹു, അല്ലാഹു അറിയും. നോക്ക് നിങ്ങൾ, നബിനോട് പറയാൻ വേണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ മറച്ചു വെച്ചാലും അതുപോലെ പുറത്തു പ്രകടമാക്കിയാലും വെളിവാക്കിയാലും ഒക്കെ അള്ളാഹു അറിയും. അവിടെ കണ്ടോ നിങ്ങൾ, ഇൻ ഷർത്താണ്, രണ്ടെണ്ണത്തിന് ജസ്മു ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുഹ്ഫു അവിടെ ജസ്മു ചെയ്തു കേട്ടോ, തുഹ്ഫൂനാന്നുണ്ടാവും, ആ നൂന് കളഞ്ഞിട്ട് ജസ്മു ചെയ്തു. അവിടേക്ക് അത്ഫാണ്, ഔ തുബുദൂഹു, ആ അത്ഫാണ്. അപ്പൊ അവിടെ തുബുദൂ, അതിനും നൂനിനെ കളഞ്ഞു. അതിന്റെ ജവാബാണ് ഏത് അറിയോ? നിങ്ങൾ മറച്ചു വെച്ചാലും, ഹൃദയത്തിലുള്ളത് മറച്ചു വെച്ചാലും പരസ്യപ്പെടുത്തിയാലും യഅലം, യഅലം, ആ മീമിനിക്ക് സുക്കൂൻ ഉണ്ട്, സുക്കൂൻ കൊണ്ട് ജസ്മു, യഅലം ഹു, അതിനെ അറിയും. ആരറിയും? അല്ലാഹു, അല്ലാഹു അറിയും, അല്ലാഹു അറിയും. അങ്ങനെ പറഞ്ഞിട്ട് കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കുഴപ്പമില്ല. നമ്മൾ ഖുർആനിലുള്ളത് പിന്നെ അത് മനസ്സിലായി. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഹൂ കണ്ടോ നിങ്ങള്? എവിടെ ഹൂ? ഈ ഹൂ കണ്ടോ? ഇവിടെ ഒരു ഹൂ കണ്ടോ? ഞാൻ വട്ടട്ട് ഈ ഹൂ എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ പോണു കേട്ടോ, മാഫി സുദൂരിക്കും എന്നുള്ളതൊക്കെ പോണു. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടും കൂടി ഒന്നിച്ച് പറഞ്ഞിട്ട് മാഫി സുദൂരിക്കും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹൃദയവുമായി ബന്ധപ്പെട്ടത് ഒളിച്ചു വെക്കലാണ്, അല്ലേ? ഹൃദയവുമായി ബന്ധപ്പെട്ടത് ആരും കാണാത്തതല്ലേ? അതുകൊണ്ടാണ് അവിടെ തുഹ്ഫു മാഫി സുദൂരിക്കും അവിടെ വെളിവാക്കി പറഞ്ഞു. തുബുദൂഹു എന്ന് പറഞ്ഞാൽ വെളിവാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലുള്ളതിനെ വെളിവാക്കി എന്ന് പറഞ്ഞാൽ അതെന്ത് പുറത്തു കൊണ്ടുവന്നു. അപ്പൊ പിന്നെ ഹൃദയവുമായി കൂടുതൽ അടുത്ത് കിടക്കുന്നത് ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കലാണ്. അപ്പൊ നമ്മൾ പല പ്രവർത്തനങ്ങളും ചെയ്യും. ഇതിപ്പോ അതിനാ പറയണ, ഇഖ്ലാസുമായി ബന്ധപ്പെട്ട പെടുത്തിയിട്ടാ പറയണേ. കാണുമ്പോൾ ചിലപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ടാവും, ഉഷാറാണ്, എല്ലാത്തിനും മുമ്പിലുണ്ട്. പക്ഷെ അവന്റെ ഉദ്ദേശം വേറെന്തോ ഒന്നാണ്. അതായി കഴിഞ്ഞാൽ അള്ളാഹുവിന് അതറിയാം, അതിന്റെ പ്രതിഫലം അങ്ങനെ കിട്ടും. ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലംഹുല്ലാഹ്. ക്ലിയർ അല്ലേ? റഷീദ് ഖാന്റെ ശബ്ദം കേൾക്കാത്തതുകൊണ്ട് നമ്മൾ ക്ലാസ് മുന്നോട്ട് ഇനി പറയട്ടെ, ഞാനൊന്ന് വായിക്കാം. വഅൻ അമീരിൽ മുഅ്മിനീന അബി ഹഫ്സിൻ ഉമറ ബിനിൽ ഖത്താബി റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവിമ്രഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി മുത്തഫഖുൻ അലാ സിഹ്ഹതിഹി. ഇന്നലെ നമ്മളൊരു അബൂ ഹഫ്സിൻ ഉമർ പഠിച്ചിരുന്നു, ഓർക്കുണ്ടോ? അഖ്സമ ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമർ, അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അബൂ ഹഫ്സിൻ ഉമറ എന്നാ പറഞ്ഞു. ശരിക്ക് അബൂ ഹഫ്സ്, അബി എന്നുള്ളത് ജറാണ്, അതിന്ന് ബദലാണ് ഇത് ഉമർ എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഉമരി എന്ന് പറയുമ്പോഴല്ലേ ഒരു യോജിപ്പുള്ളൂ.
ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതിന് മറുപടി. ആരെങ്കിലും ഓർക്കുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? റാഫിക പറ. നബിമാരെ ഒരു വിഷയമൊക്കെ പറഞ്ഞിരുന്നു. നബിമാരെ പേര് 4 പേരെ എന്തുള്ളൂ? അറബിയുള്ളൂ. ബാക്കിയുള്ള നബിമാരെ പേരൊന്നും അറബി ഭാഷയിലുള്ളതിലല്ല, മറ്റു ഭാഷകളിലാണ്. അതേപോലെ ഉമർ എന്നത് തെറ്റിച്ചു വന്നതാണ്. അമ്ര എന്നാണ് അറബിയിൽ പറയാ. ഉമർ എന്നുള്ളത് തെറ്റിച്ചു വന്ന. അപ്പോൾ അതിന് ഫത്തഹത്ത് കൊണ്ടാണ് ജറു കൊടുക്കുക. ഇവിടെ ഉമറ എന്നുള്ളടത്ത് ഉമറ നിങ്ങൾ ഫത്തഹല്ലേ കാണുന്നത്, ഫത്തഹത്ത് കൊണ്ടാണ് ജറു കൊടുക്കുക. അതിന് വൈറു മുൻസരിഫ് എന്ന് പറയും. വൈറു മുൻസരിഫ്. വൈറു മുൻസരിഫ് എന്ന് പറഞ്ഞാൽ തൻവീനുള്ള കെസർ സ്വീകരിക്കാത്തത് എന്നർത്ഥം. തൻവീനുള്ള കെസർ എന്താവൂല? സ്വീകരിക്കൂല. നോക്കാം. വഅൻ അമീരിൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നും നിവേദനം ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തായിട്ടുണ്ടാവും എന്നറിയോ? ഒരു ഇസ്മിയ ഫിഅലിയായ ജുംലയാണത്. റുവിയ എന്നുണ്ടാവും, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവരിൽ നിന്ന്. അല്ലെങ്കിൽ റവാ, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആര്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവോ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അൻ അമീരിൽ മുഅ്മിനീൻ, ഇവരെ തൊട്ട്. എന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദിൽ നിന്ന് അങ്ങനെ പോയി ഈ ഹദീസ് ലാസ്റ്റ് എത്തുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അപ്പം എല്ലാം പാടെ ശരിക്കും ഹദീസിന് 2 ഭാഗങ്ങളുണ്ട്. മത്തിന്, സനദ് എന്ന് പറഞ്ഞിട്ട് 2 ഭാഗമുണ്ട്. മത്തിന് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ അല്ലേ, ഇതാണ് മത്തിന്. സനദ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനിക്ക് എവിടെ നിന്ന് കിട്ടി, ആരിൽ നിന്ന് കിട്ടി, അദ്ദേഹത്തിനിക്ക് ആരിൽ നിന്ന് കിട്ടി, അദ്ദേഹത്തിനിക്ക് ആരിൽ നിന്ന് കിട്ടി, അദ്ദേഹത്തിനിക്ക് ഏത് താബിയിൽ നിന്ന് കിട്ടി, ആ താബീന് ഏത് സ്വഹാബിയിൽ നിന്ന് കിട്ടി, അങ്ങനെയുള്ള ഒരു പരമ്പര ഉണ്ട്. ആ പരമ്പരക്കാണ് സനദ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ സനദിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ഹദീസ് മത്തിനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്വഹാബിയെ പറയും, ലാസ്റ്റ് എത്തുന്ന സ്വഹാബി. അപ്പം ഇവിടെ അവസാനം എത്തുന്ന സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനിക്കാണ് ആദ്യം അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് കിട്ടുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനിക്ക് അമീറുൽ മുഅ്മിനീൻ എന്നുള്ള സ്ഥാനപ്പേരില്ലായിരുന്നു. ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവാണ്, റളിയല്ലാഹു അൻഹയുടെ പിതാവാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹഫ്സ് എന്ന മകളെ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെയും നബി തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പം 4 ഖലീഫമാരിൽ ആദ്യത്തെ 2 ഖലീഫമാർ നബി തങ്ങളുടെ അമ്മോശനും, അതായത് ഭാര്യയുടെ ഉപ്പമാരും, അവസാനത്തെ 2 ഖലീഫമാർ അലി റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും നബി തങ്ങളുടെ മരുമക്കളുമാണ്, മകളെ കെട്ടിയവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയൊക്കെ നമുക്കറിയാലോ. വലിയ ധീരനായ ആളാണ്. നബി തങ്ങളെ വകവരുത്തണം, നബി തങ്ങളെ വകവരുത്തിയിട്ട് കിട്ടുന്ന സമ്മാനം വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതാണ്. പോണ വഴിക്ക് ഒരാൾ പറഞ്ഞു, എവിടേക്ക് ആദ്യം നിങ്ങളെ കുടുംബത്തിലൊന്ന് നേരാക്കിയിട്ട് പോരെ, നിങ്ങളെ സഹോദരിയും ഭർത്താവും എന്തായിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോയി ഭാര്യ പെങ്ങളെയും അളിയനെയൊക്കെ ഭയങ്കരമായി മർദ്ദിച്ചു. അങ്ങനെ ഒരു വീണ്ടും വിചാരം വരികയാണ്. നേരത്തെ ഓതിയിരുന്ന, ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ ഓതിയിരുന്നത് ഒന്നുകൂടി ഓതാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ, നിങ്ങൾ ഉളു എടുത്ത് ശുദ്ധിയോടുകൂടെ വരീം, ശുദ്ധമായിട്ട് വരീം, അങ്ങനെ ഓതാം. അങ്ങനെ ഓതിക്കൊടുത്തു. അങ്ങനെ നബിതങ്ങളെ വധിക്കാൻ വേണ്ടി പോയ, സമ്മാനം വാങ്ങാൻ വേണ്ടി പോയ വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിതങ്ങൾ ദുആ ചെയ്തിരുന്നു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട്
രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ദീനിനെ ശക്തിപ്പെടുത്തണം. ഒന്ന് അബൂജഹലിനെ കുറിച്ചും ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും നബി തങ്ങൾ ദുആ ചെയ്തു. അപ്പോൾ അതിലെന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദീന് ശക്തിപ്പെടുത്തി. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു, ഞാൻ കേട്ടു. സമിഅ സമിഅ സമിഉ മാലിയാക്കി. ആരെ കേട്ടു? മഫൂൽ എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടു. തങ്ങളെ എങ്ങനെ കേൾക്കുക? യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു. യഖൂലു, പറയുന്നതായിട്ട് കേട്ടു. എന്താണ് നബി തങ്ങൾ പറയുന്നത്? ഇന്നമൽ അഅ്മാലു, തീർച്ചയായും മുഴുവൻ പ്രവർത്തനങ്ങളും ബിന്നിയ്യാത്തി, നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് സ്വീകരിക്കപ്പെടുക. നിസ്കാരം ഒരു പ്രവർത്തനമാണ്, നിയ്യത്തില്ലേ നിസ്കാരം സ്വീകരിക്കൂല. നോമ്പ് പ്രവർത്തനമാണ്, നിയ്യത്തില്ലേ സ്വീകരിക്കൂല. സകാത്ത് പ്രവർത്തനമാണ്, നിയ്യത്തില്ലേ സ്വീകരിക്കുകയില്ല. ഹജ്ജ്, ഉംറ, ഇഹ്റാം, നിയ്യത്തില്ലേ സ്വീകരിക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട കാര്യങ്ങളാവട്ടെ, സുന്നത്തായ കാര്യങ്ങളാവട്ടെ, എല്ലാം നിയ്യത്ത്, നല്ല നിയ്യത്ത് വെക്കുന്നുണ്ടോ അതനുസരിച്ച് അവകളെല്ലാം സ്വീകരിക്കപ്പെടും, പടച്ചോന്റെ ഭാഗത്ത് നിന്ന് കൂലി ലഭിക്കപ്പെടും. അപ്പൊ ഹലാലായ പ്രവർത്തനങ്ങൾ വരെ നല്ല നിയ്യത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുമെന്ന് നമ്മൾ മുമ്പ് കഴിഞ്ഞ വർഷം അതുക്കിയയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ കരുതുകയാണ്, പടച്ചോനെ, ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും എനിക്ക് പഠിക്കാനും എനിക്ക് ഇബാദത്ത് ചെയ്യാനും ഒക്കെ എൻ്റെ ശരീരത്തിന് ക്ഷീണമില്ലാതിരിക്കാനാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അതിനു വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി, അധ്വാനിക്കാൻ വേണ്ടി, കഴിവ് ഉണ്ടാകാൻ, രോഗമില്ലാതിരിക്കാൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നല്ല നല്ല നിയ്യത്തുകൾ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പടച്ച റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുന്ന വലിയ വലിയ പ്രവർത്തനങ്ങളായിട്ട് മാറും. അപ്പോൾ നമുക്കതിൽ ആത്മാർത്ഥത വരും. നിങ്ങൾ നിയ്യത്ത് വെച്ച് നോക്കി, നിങ്ങൾ നല്ല നിയ്യത്ത് ഓരോ പ്രവർത്തനത്തിനോട് വെച്ച് നോക്കി. പെണ്ണുങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, നല്ല നിയ്യത്ത് വെച്ച് നോക്കി, ആ ഭക്ഷണം കഴിക്കുന്ന ആത്മാർത്ഥത കാണിക്കാൻ കഴിയും. ഭാര്യയോട് സംസാരിക്കുക, നല്ല നിയ്യത്ത് വെച്ച് നോക്കിയും ആ സംസാരം നമുക്ക് ആത്മാർത്ഥത കാണിക്കാൻ കഴിയും. നിസ്കാരത്തിൽ നല്ല നിയ്യത്ത് വെച്ച് നോക്കിയും വജ്ജഹത്ത് ഓതുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഫാത്തിഹ ഓതുന്ന സമയത്ത് അർത്ഥം അറിയെങ്കിൽ നമ്മളതിങ്ങനെ ആലോചിച്ച് നോക്കി. ദിക്റുകൾ ചെല്ലുമ്പോൾ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അത് നല്ല നിയ്യത്ത് വെച്ച് നോക്കി. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം, പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ പുറത്തു തരണേ എന്ന നിയ്യത്ത് വെച്ച് നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി നോക്കി. നല്ല ക്ലിയർ കട്ടായിട്ട് നമുക്കത് ചൊല്ലാനും അത് പ്രതിഫലം സ്വീകരിക്കാനും സാധിക്കും. അപ്പൊ ഇന്നമൽ അഅ്മാലു, ആരാ ചോദിച്ചത്? നിയ്യത്ത് വെക്കൽ നിർബന്ധമുണ്ടോ? അതൊക്കറിയാം. നമുക്ക് ഒരു ഇത് കിട്ടാന്നപ്പോ പറഞ്ഞു, നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. നമ്മളെ മദ്ഹബിന്റെ അഭിപ്രായത്തിൽ ഈ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ തന്നെ നിയ്യത്ത് വേണമെന്നാണ്. എന്നാൽ ചില മദ്ഹബിൽ, ഇപ്പൊ ഹനഫി മദ്ഹബിൽ പൂർണ്ണതക്ക് വേണ്ടി എന്ത് മതി? നിയ്യത്ത് മതി എന്നാണ്. അവര് പൂർണ്ണതക്ക് വേണ്ടിയാണ്, അവര് കമാലിനെ പറയാം. നമ്മൾ കമാലിനല്ല, സ്വീകാര്യതക്ക് തന്നെ വേണം. അതാ ഞാൻ പറഞ്ഞേ, നിസ്കാരത്തിന്, ഉദു എടുക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ഏതൊരു പ്രവർത്തനം ആവട്ടെ, ഫർളായ പ്രവർത്തനങ്ങളാവട്ടെ, എല്ലാത്തിനും നിയ്യത്തുണ്ടല്ലോ. അപ്പം നമ്മൾ എല്ലാ പ്രവർത്തനത്തിലും നല്ല നിയ്യത്ത്.
അപ്പം നമുക്കൊരു ഒരു ഉന്മേഷം കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം നിങ്ങൾ കേൾക്കുകയാണ്, പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്, നല്ല ആത്മാർത്ഥതയോടുകൂടെ നല്ല നിയത്ത് വെച്ചാൽ നിങ്ങൾ കേൾക്കുന്നത് വെച്ചെങ്കിൽ അതുകൊണ്ട് നല്ലൊരു ഉപകാരം അതിന് കിട്ടും. അപ്പോൾ അത് എഴുതി വെക്കേണ്ട എഴുതി വെക്കും, നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യും, സംശയങ്ങൾ വരുമ്പോൾ അത് ചോദിക്കും. ഇത് ഓടി എന്താണ് പാഠം ഓതി എത്തുക എന്നുള്ളതല്ല, നമ്മളത് ഓതി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൃത്യമായ പോയിന്റുകൾ മനസ്സിലാക്കാനും പിന്നെ ഇത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ എന്താ അതിൻ്റെ ഗുണങ്ങൾ, അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം അത് കേട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തും ചെയിനായിട്ട് അതിൻ്റെ കൂലി ഇങ്ങനെ നമുക്ക് വരും. നമ്മളൊരു അറിവ് പഠിക്കുമ്പോൾ 12 നിയ്യത്തുണ്ടെന്ന്, 12 നിയ്യത്ത്, അത് ഞാൻ ഗ്രൂപ്പിലിടാം, ഇപ്പോൾ വിശദീകരിക്കണില്ല. 12 നിയ്യത്ത്, അതിൽ പെട്ട ഒരു നിയ്യത്താണ് നമുക്ക് ഗുണം കിട്ടുന്നത്, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ബാക്കി 10 മാറുന്നത് ഞാൻ പിന്നെ പറയാം. അപ്പം അത് നമ്മൾ പാലിക്കും. വ ഇന്നമ, തീർച്ചയായും, ലിക്കുല്ലിംബ്രിഇൻ, എല്ലാ മനുഷ്യനുക്കുമുണ്ട്, മാ, ഒന്ന്, നവ, അവൻ കരുതിയ ഒന്ന്. എന്താണോ കരുതിയത് അത് അവന് കിട്ടും, തീർച്ചയാണ്. അപ്പൊ അതിന് വിശദീകരിക്കും. അല്ല, അത് അമ്ര, ഇത് ഇംബ്രിഇൻ. ഇമ്രഅത്ത് എന്ന് കേട്ടിട്ടില്ല നിങ്ങള്, പെണ്ണിനെ? അത് ഇതിന്റെ താവ് കൂടിയതാണ്. പെണ്ണുങ്ങൾക്ക് കുറച്ച് കൂടുതലാണല്ലോ, അപ്പൊ അതിന് താവ് കൂടുമ്പോഴാണ് ഇമ്രഅത്ത് എന്ന് പെണ്ണാവുക. ഇത് ഇമ്ര എന്ന് പറഞ്ഞാൽ ആണ്, മനുഷ്യൻ എന്നുള്ളതാണ്. പ്രശ്നമല്ല, നാപ്പതർശിലാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഹെൽമെറ്റ് ഒക്കെ വെക്കേണ്ട ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ നോയിക്കോളി. അപ്പൊ സ്ത്രീകള് അവരെയും കൂടി പറയാല്ലേ, സ്ത്രീകൾ നല്ലവരാണ് കേട്ടോ. അവര് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അവരെ, അപ്പോൾ നല്ല സ്ത്രീകളാണ്. നന്നായിട്ട് അവരും നന്നായിട്ട് പഠിക്കട്ടെ. അപ്പൊ എല്ലാ മനുഷ്യർക്കും ഉണ്ട് മാ നവ, കരുതിയ ഒന്ന്, അവൻ കരുതിയ ഒന്ന് കിട്ടും. ഇനി നമ്മളെ റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈലി ഒന്ന് നിങ്ങൾ നോക്കട്ടാ. അതിന് നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഫമൻ, അപ്പോൾ ഒരാൾ, കാനത്ത് ഹിജ്റത്തുഹു, അവൻ ഹിജ്റ ചെയ്തത് ആയി, ഇലല്ലാഹി, അള്ളാഹുവിലേക്കും, റസൂലി, അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമായി. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞത് കേട്ട് അവരിൽ നിന്നും പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഹിജ്റ നിർവഹിച്ചു. ഹിജ്റ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അപ്പോൾ ഫഹിജ്റത്തുഹു, അവൻ്റെ ഹിജ്റ, ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി, നിബിതങ്ങൾ പറഞ്ഞത് കേട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഒരാൾ ഹിജ്റ പോയി കഴിഞ്ഞാൽ നിബിതങ്ങൾ പറഞ്ഞത് കേൾക്കലുമായി, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടലുമായി, പ്രതിഫലം കിട്ടലുമായി, എല്ലാമായി. ഇനി നോക്കണേ, വമൻ, ഒരാൾ, കാനത്ത് ഹിജ്റത്തുഹു, അവൻ ഹിജ്റ പോയത് ആയി, ദുന്യാവിന് വേണ്ടിയായി, ദുന്യാവിന് വേണ്ടി, യുസീബുഹ, ആ ദുന്യാവിനെ നേടിയെടുക്കുന്നതിന് വേണ്ടി, ദുന്യാവിൽ കുറച്ച് സമ്പത്ത് കിട്ടുന്നതിന് വേണ്ടിയായി. അവിമ്രഅത്തിൻ, അതാ ഇമ്രഅത്ത് ഇവിടെ വന്നു, അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടിയായി. യൻകിഹുഹ, അവന് വിവാഹം കഴിക്കാൻ വേണ്ടി, അവൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പെണ്ണിന് വേണ്ടിയാണ് അവൻ ഹിജ്റ പോയത്. എന്നാൽ ഫഹിജ്റത്തുഹു, അവൻ്റെ ഹിജ്റ, അവൻ പോയ ഹിജ്റ, ഇലാമ, ഒരു ലക്ഷ്യത്തിനേക്കാണ്, ഒന്നിനേക്കാണ്. ഹാജറയിലെ അവൻ ഹിജ്റ പോയ ഒന്നിനേക്കാണ്. പെണ്ണ് കെട്ടാൻ വേണ്ടി ഹിജ്റ പോയി കഴിഞ്ഞാൽ അവൻ എന്തിനു വേണ്ടിയാണ്? അത് കിട്ടും. ദുന്യാവ് നേടിയെടുക്കാൻ വേണ്ടി, ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ ഹിജ്റ പോകുന്നത്, എന്നാൽ അവൻ അത് കിട്ടും. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഹിജ്റ
ചെയ്യുന്നതിന് മുമ്പ് ഈ ഉമ്മു കൈസ് എന്ന് പറഞ്ഞ നല്ലൊരു ഭംഗിയുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണുമായിട്ട് ഒരു വ്യക്തി വിവാഹം പറഞ്ഞുറപ്പിച്ചിരുന്നു. വിവാഹം എന്താക്കിയിരുന്നു? പറഞ്ഞുറപ്പിച്ചു. അങ്ങനെ ആ പെണ്ണെന്ത് ചെയ്തു? നിബന്ധന വെച്ചു, ഹിജറ വന്നാലേ എന്തുള്ളൂ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു? ഇദ്ദേഹം ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഹിജറ പോയിന്ന. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ അറിയായിരുന്നു, പക്ഷെ അത് അവിടെ പറഞ്ഞില്ല നബി തങ്ങൾ. പിന്നെ മുഹാജിറു ഉമ്മി കൈസ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിന് പേരും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു. ഒന്നെടുത്തിട്ട് കിടക്കട്ടാ, നല്ല കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയായിരുന്നു. പക്ഷെ അവിടെ എന്തല്ല, ഒരാളെ കുറിച്ച് പറയുക എന്നതല്ല നബിതങ്ങളുടെ ഉദ്ദേശം. എന്താണ്? ആ വിഷയം പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ സ്ത്രീ നല്ല സമ്പത്തുള്ള പെണ്ണുമായിരുന്നു. നല്ല സമ്പത്തുള്ള പെണ്ണാണ്. അപ്പം അത് പോയി കഴിഞ്ഞാൽ സമ്പത്തും കിട്ടും എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഹിജറ പോകുന്നത് ദുനിയാവിൽ കിട്ടേണ്ട ഒരു ഗുണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ അവന് അത് കിട്ടും. അതൊരു നിരോധിക്കപ്പെട്ട കാര്യമൊന്നല്ല. പക്ഷേ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞത് കേട്ട് ഹിജറ പോകുന്നത് അത് പ്രത്യേക കൂലിയുണ്ട്. ആ കൂലി എന്താവൂല? ഇവന് കിട്ടൂല. അവന് കരുതിയത് അവന് കിട്ടും എന്നാണ് ഹദീസിലെ താല്പര്യം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ലി ദുനിയാ യുസീബുഹാന. നമ്മൾ അപകടത്തിന് എന്താ പറയാ? മുസീബത്ത് എന്നാ പറയാ, അല്ലേ? മുസീബത്ത്. അപ്പൊ ദുനിയാവിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ഒരു പരീക്ഷണാണ്, ഒരു അപകടമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നമ്മൾ എന്ത് നേടിയെടുത്താലും അതൊക്കെ നമുക്ക് പരീക്ഷണമായിരിക്കും. അത് നമ്മൾ വിജയിക്കുന്ന രൂപത്തിൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ കഴിച്ചില്ല, രക്ഷപ്പെട്ടു. സാധാരണ ആളുകൾ ദുനിയാവിൻ്റെ ആ മായ ജാലത്തിൽ പെട്ടുകൊണ്ട് നശിച്ചു പോകലാണ്. അപ്പം ആ ഒരു സൂചന കൂടി ആ പ്രയോഗം നിബിധങ്ങൾ നടത്തിയതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ സ്ത്രീനെ കല്യാണം കഴിക്കുക, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന സ്ത്രീകളാണ്. നിബിധങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ അപകടം ചെയ്യുന്ന, സ്ത്രീകളെക്കാൾ അപകടം ചെയ്യുന്ന മറ്റൊരു വസ്തു ഇല്ല എന്ന് നബിതങ്ങൾ എന്തായിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നല്ല സ്ത്രീകൾ അതൊന്ന് പുറത്തു പോകും കേട്ടോ. കൂടുതൽ ആളുകളും സ്ത്രീകൾ പുരുഷന്മാർക്ക് ഫിത്നയാകുന്ന, അപകടം ചെയ്യുന്ന സ്ത്രീകളാണ്. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് അപകടം ചെയ്യുന്ന ഒരു വിഭാഗം ഇല്ല എന്ന്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ അവസാനിപ്പിക്കുക, ശ്രദ്ധിക്കണേ. ഇവിടെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്നമൽ അഅ്മാലു, തീർച്ചയായും മുഴുവൻ പ്രവർത്തനങ്ങളും ബിന്നിയാത്ത്, നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. വ ഇന്നമ ലികുല്ലി ഇംറിഇൻ, എല്ലാ മനുഷ്യർക്കുമുണ്ട് മാ, ഒരു കാര്യം, നവ, അവൻ കരുതിയ കാര്യം. ഓരോരുത്തരും കരുതിയ കാര്യം അവനുണ്ട്. അപ്പോൾ ഫമൻ, ഒരാൾ, കാനത്ത് ഹിജ്റത്തുഹു, അവൻ ഹിജ്റ പോയത് ആയി, ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനിക്കും അവൻ്റെ റസൂലിനിക്കും വേണ്ടിയായാൽ, ഫഹിജ്റത്തുഹു, അപ്പോൾ അവൻ്റെ ഹിജ്റ ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനിക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുമാണ്. ഇനി വമൻ കാനത്ത് ഹിജ്റത്തുഹു, ഒരാൾ ഹിജ്റ പോയത് ആയാൽ, ലിദുന്യാ യുസീബുഹ,
അവൻ നേടിയെടുക്കാൻ, ദുനിയാവിൽ നേടിയെടുക്കാൻ, എന്തെങ്കിലും നേട്ടങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്. അവിമ്രഅത്തിൻ യൻകിഹുഹ, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഹിജ്റ പോയത് എങ്കിൽ ഫഹിജ്റതുഹു, അവൻ്റെ ഹിജ്റ ഇലാമ ഹാജറ ഇലൈഹി, അവൻ ഹിജ്റ പോയ ഒരു വിഷയത്തിലേക്കാണ്, അത് അവന് ലഭിക്കും. മറ്റ് ആത്മാർത്ഥമായി ഹിജ്റ പോയ ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലമൊന്നും ഇവന് കിട്ടുകയില്ല. അങ്ങനെ ദുന്യാവിനെ ആഗ്രഹിച്ചുകൊണ്ടോ, അതുപോലെ ആരാഗ്രഹിച്ചുകൊണ്ടോ, സ്ത്രീകളെ ആഗ്രഹിച്ചുകൊണ്ടോ, ദുന്യാവിലെ നേട്ടം കിട്ടാൻ വേണ്ടിയോ, സ്ത്രീകളെ ആഗ്രഹിക്കുക എന്നുള്ളത് ദുന്യാവിലെ നേട്ടം തന്നെയാണ്, ഒരു അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതിനു വേണ്ടി എന്ത് ചെയ്യരുത്, ഹിജ്റ പോകരുത് എന്ന് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതേപോലെ നമ്മളും നമ്മുടെ സംസാരം ക്രമപ്പെടുത്തണം. ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നുള്ള നിലക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഉണ്ട് പറഞ്ഞ് ആകെ വഷളാക്കുന്ന ഒരു സ്വഭാവം അതുണ്ടാവാൻ പാടില്ല. അവരെ തെറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ പറയണം. ഒരു കള്ളു കുടിക്കുന്ന ഒരാളുണ്ട്, അപ്പോൾ നമ്മൾ അയാളെ പേരൊക്കെ ഉണ്ട് പറഞ്ഞ്, തെറ്റ് ചെയ്യുന്ന ഒരു വലിയ തെറ്റാണല്ലോ ഈ മദ്യപിക്കുക, ആ തെറ്റ് ചെയ്യുന്ന ആളെ പേരും അഡ്രസ്സൊക്കെ ഉണ്ട് പറഞ്ഞ് ആകെ കണ്ട് ആൾക്കാരുടെ ഇടയിൽ വഷളാക്കി കഴിഞ്ഞാൽ കൂടുതൽ സാധ്യത അദ്ദേഹം വാശിക്ക് പിന്നെയും കുടിക്കാനാണ്. നേരെ മറിച്ച് അദ്ദേഹത്തെ രഹസ്യമായി നമ്മൾ കണ്ട് ഉപദേശം നടത്തിയാൽ നമുക്കും കൂലി കിട്ടും. ഒരു പക്ഷേ അയാൾ നന്നായി കഴിഞ്ഞാൽ വളരെ വലിയ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത്തരം കേസുകളെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം: മദ്യപാനം ശരിയല്ല, മദ്യപിക്കുന്നത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്, അതുകൊണ്ട് മദ്യം ആരും ഉപയോഗിക്കരുത്, അള്ളാഹു നമ്മെ അതിൽ നിന്നും സംരക്ഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പൊതുവായ കാര്യം പറയുമ്പോൾ അതിൽ ആ തെറ്റ് ചെയ്യുന്ന ആളുകളും ആ പ്രഭാഷണം അല്ലെങ്കിൽ ആ സംസാരം കേൾക്കുന്നുണ്ട് എങ്കിൽ ചിന്തിച്ചു മാറാൻ അതൊരു കാരണമാവും. അപ്പം അങ്ങനെ തിന്മയോടാവണം നമ്മുടെ എതിർപ്പ്. തിന്മ ചെയ്യുന്ന ആളുകളെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളോ മറ്റോ ഉണ്ടാവരുത് എന്ന് കൂടി ഈ ഹദീസിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ സുഹൈൽ സാറേ? ഇല്ലല്ലോ. ഉണ്ടായിരുന്നോ? വന്നിരുന്നു. ഇല്ല. എൻ്റെ ബ്രേക്ക് ആയിരുന്നോ? വോയിസ് ബ്രേക്ക് ആയിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ മതി. ഈ ഹദീസ് കാണാതെ പഠിക്കണം. ചെറിയൊരു ഹദീസല്ലേ. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി മുത്തഫഖുൻ അലാ സിഹ്ഹത്തിഹി. ഈ ഹദീസ് സ്വഹീഹാണ് എന്നതിൻ്റെ മേൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവും ഐക്യപ്പെട്ട് ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ ഏതെങ്കിലും പദങ്ങൾ മനസ്സിലാവാത്തതുണ്ടോ? ഏതെങ്കിലും പദങ്ങൾ എന്താണെന്ന് അതിന് ഇറാബ് തിരിയാത്തതുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇത് ഹിജ്റ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഇതനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത സ്ഥലത്ത് നിന്ന് നാടും വീടും ഉപേക്ഷിച്ച് പോകലാണ്, പലായനം ചെയ്യലാണ്. ഇപ്പോൾ ഹിജ്റ മക്കം ഫത്ഹിന് ശേഷം ഹിജ്റ അല്ല.
മക്ക ഫത്ഹ് കഴിഞ്ഞു, മക്ക വിജയം ഉണ്ടായല്ലോ, അതിനുശേഷം ഹിജറ ഇല്ല എന്നാണ്. ഇനി ഒരു പക്ഷേ അങ്ങനെ ചില നാടുകളിൽ നിന്ന് ഹിജറ ഉണ്ടാവുന്നതിന് തടസ്സവുമില്ല. നമ്മുടെ വിശ്വാസം അനുസരിച്ചൊരു നാട്ടിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ നാട് വിട്ടു പോകാൻ നിർബന്ധിതനായിത്തീരും. അത് ഉണ്ടാവുന്നതിന് തടസ്സം ഇല്ല. പക്ഷെ മക്ക വിജയത്തിന് ശേഷം ഇനി മക്കയിൽ നിന്നൊരു ഹിജറ ഇല്ല എന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യത്തിന് പുറപ്പെടുക എന്നുള്ളതല്ല, സാധാ ഹിജറ, ഒറിജിനൽ ഹിജറ. അൽ അഅ്മാലു എന്നുള്ളത് മുബ്തദാണ്. അൽ അഅ്മാലു മുബ്തദ. അപ്പോൾ ഒരു വിഷയം വരും, ഇന്നമ എന്താണ്? ഇന്ന എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇന്ന പഠിച്ചിട്ടില്ലേ? ഇന്ന അഖവാത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഇന്നന്റെ അതെ അതെ, ഇന്നല്ലാഹ ഗഫൂറുൻ, ആ ഇന്നന്റെ ഇസ്മാണ് അഅ്മാല് എന്നുള്ളത്. പക്ഷെ ആ ഇന്നന്റെ അമല് മുടക്കണ ഒരു സാധനമാണ് ഈ മാ എന്നുള്ളത്. ഇന്നക്ക് ശേഷം ഒരു മാ കണ്ടങ്ങള്, ആ മാ ഇന്നന്റെ അമല് മുടക്കി, പക്ഷെ മീനിങ് കിട്ടും ഇന്നന്റെ. അപ്പൊ അത് ഇന്നന്റെ അമല് മുടക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു മുബ്തയാണ്. ബിന്നിയാത്തി എന്നുള്ള ജാറ് മജ്റൂർ കൂടിയത് ഖബറാണ്. അപ്പൊ ഇന്നമൽ അഅ്മാലു മഖ്ബൂലത്തുൻ ബിന്നിയാത്തി എന്നുണ്ടാവും, സങ്കല്പിക്കണം നമ്മളവിടെ. ഇന്നമൽ അഅ്മാലു, തീർച്ചയായും അമലുകൾ, മുഴുവൻ അമലുകളും പ്രവർത്തനങ്ങൾ, മഖ്ബൂലത്തുൻ, സ്വീകരിക്കപ്പെടുന്നതാണ്, ബിന്നിയ്യത്ത്, നിയ്യത്തുകളെ കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ജാറ് മജ്റൂർ ഖബറായിട്ട് വരും. ഏതുപോലെ? അൽഹംദു ലില്ലാഹി എന്ന് പറഞ്ഞ പോലെ. അൽഹംദു, എല്ലാ സ്തുതിയും, ലില്ലാഹി, അല്ലാഹുവിനിക്കാണ്. പിന്നെ ഇവിടെ ഇന്നമ ലി കുല്ലി ഇംരിഇൻ, ഇവിടെ ലി കുല്ലി എന്നുള്ളത് ജാറ് മജ്റൂറാണ്. ലാമ് കുല്ലി മജ്റൂർ, ഇംരിഇൻ മുളാഫ് ഇലൈഹി. ഇത് ഖബറാണ്. ഇതിന്റെ മുബ്ത ഏതാന്ന് അറിയുങ്ങൾ? ഈ മാ എന്നുള്ളത്. ഇന്നമാ ലി കുല്ലി ഇംരിഇൻ, എല്ലാ മനുഷ്യർക്കുമുണ്ട്, മാ, ഒരു കാര്യം, ഒരു കാര്യം, നവ, അവൻ കരുതിയ കാര്യം, അവൻ കരുതിയതായ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇന്നമക്ക് അതാണ്. പിന്നെ വേറെ എവിടെ? കാന മനസ്സിലായോ? കാനന്റെ ഇസ്മ ഉണ്ട്, ഹിജ്റത്തു. ഹിജ്റത്തു, ഈ കാനന്റെ ഖബർ ഇലല്ലാഹി എന്നാട്ടോ. ഇലല്ലാഹി എന്നുള്ള ജാറ് മജ്റൂർ, ഇലല്ലാഹി, അവൻ ഹിജ്റ ആയാൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആയാൽ, ഫഹിജ്റത്തുഹു മുബ്ത, ഇതിന്റെ ഖബർ ഇലല്ലാഹി വറസൂലിഹി. ഇനി വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയ, ഇതാണ് ഖബർ. ആ കാനന്റെ ഖബർ ലിദുനിയ യുസീബുഹ, അവിമ്രഅത്തിൻ, ഇത് അത്ഫിന്റെ അക്ഷരം, അത്ഫുൻ ബിൽ അർഫ് നമ്മളുണ്ട്, ലീ എന്നുള്ളവർക്ക് അത്ഫ്. അവിമ്രഅത്തിൻ യൻകിഹുഹ, മുളാരിയായ ഫീല്, ഹാ മഫൂല്. യുസീബു എന്നുള്ള മുളാരിയായ ഫീല്, ഹാ മഫൂല്. ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, ഹാദാ മുത്തഫഖുൻ അലാ സുഹത്തി എന്നുണ്ടാകും അവിടെ. ഇത് ഈ പറഞ്ഞ ഹദീസ് മുത്തഫഖുൻ, ഐക്യപ്പെട്ടതാണ്, അലാ സുഹത്തി, ഇത് സ്വഹീഹാണെന്നതിന്റെ മേൽ ഐക്യപ്പെട്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ ആശയം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ അർത്ഥം വെക്കണം. പൂർണ്ണമായ ഒരു ആശയം കിട്ടുന്ന രൂപത്തിൽ അർത്ഥം വെക്കണം. ഇവിടെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു സെന്റൻസ് ആണ്. സെന്റൻസിന്റെ വലിപ്പം കണ്ടങ്ങൾ. വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹാ വഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജ, ഇത് മൊത്തമാണ് ഒരു സ്റ്റേറ്റ്മെന്റ്, പൂർണ്ണമായ ആശയം കിട്ടുന്നത്. പൂർണ്ണമായ ആശയം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹദീസ് മുന്നോട്ട് കൊണ്ടുപോകണം. ക്ലിയർ അല്ലേ?